എല്ലാവർക്കും ജർമ്മ മല്ലു മിക്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിലാണ് വന്നേക്കുന്നത്. ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ജയാമ്മയ്ക്കും അച്ചാച്ചിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളപ്പോൾ ഇന്ന് കാണുന്നത് ലൂതർ കിർഷയാണ് കേട്ടോ. കിർഷ എന്ന് പറയുന്നത് ജർമ്മനിൽ പള്ളി എന്നർത്ഥമാക്കുന്നു. വൈബ്ലിംഗനിലെ പ്രൊട്ടസ്റ്റ് പള്ളി ഡിസ്ട്രിക്റ്റിലെ ഫെൽബാഹ് ഇടവകയിലെ ഒരു പ്രൊട്ടസ്റ്റ് പള്ളി കെട്ടിടമാണ് ലൂതർ ചർച്ച്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുള്ള ഈ ബോർഡിൽ കുർബാന സമയവും പള്ളി ഓപ്പണിംഗ് സമയവും ഫെൽബാഹിൽ നടത്തപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ, എല്ലാ കാര്യത്തെക്കുറിച്ചും കറക്റ്റായിട്ട് നമുക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണാം. 1518 സെൻറ്റ് ഗാലസ് ചർച്ച് എന്ന പേരിൽ പൂർത്തിയാക്കിയ ഒരു പള്ളി കെട്ടിടത്തിൽ നിന്നാണ് ഈ പള്ളി ഉത്ഭവിച്ചത്. അന്ന് ഇതിനു ചുറ്റും ഈ പള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായിട്ട് മതിലുകളും കിടങ്ങുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പ്രതിരോധ മതിലുകൾ പൊളിച്ചുമാറ്റി. പിന്നീട് 1519 മുതൽ പല ആളുകളാൽ ഈ പള്ളി പുനർനിർമ്മിക്കപ്പെട്ടു. അതിലേറ്റവും ആദ്യം നടന്നത് ഏറ്റവും പഴക്കമേറിയ ഭാഗമായ 40 മീറ്റർ ഉയരമുള്ള പള്ളി ഗോപുരമായിരുന്നു ആദ്യം പുനർനിർമ്മിച്ചത്. ഫെൽബാഹിൻ്റെ വടക്ക് ഭാഗത്ത് മറ്റൊരു പ്രൊട്ടസ്റ്റ് പള്ളി നിർമ്മിച്ചപ്പോൾ 2 പള്ളികൾക്കും ഒരു പേര് കണ്ടെത്തേണ്ടി വന്നു. കാരണം ഗാലസ് കിർഷെ എന്ന പേര് വളരെ കാലമായി ഉപയോഗശൂന്യമായിരുന്നു. പുതുതായി നിർമ്മിച്ച പള്ളിയെ പാലൂസ് കിർഷെ എന്നാണ് വിളിച്ചിരുന്നത്. മുമ്പത്തെ സെൻറ്റ് ഗാലസ് പള്ളിയെ ലൂതർ കിർഷെ എന്ന് പുനർനാമകരണം ചെയ്തു. ഈ പള്ളിയുടെ ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു കോഴിയുടെ രൂപം കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ പുതിയ നിയമത്തിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതിനെയാണ് ഇത് അനുസ്മരിക്കുന്നത്. ജാഗ്രതയുടെയും സൂര്യോദയത്തിൻ്റെയും പ്രതീകമായും കാലാവസ്ഥ സൂചകമായിട്ടും മരണത്തെ കീഴടക്കിയതിനെയും ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരത്തെയും ഇത് പ്രതീകപ്പെടുത്തുന്നു. ഇത് പൂർണ്ണമായിട്ടും കത്തോലിക്ക ചിഹ്നമൊന്നുമല്ല, മറിച്ച് പ്രൊട്ടസ്റ്റന്റ് പള്ളികളിൽ ഇത് കാണാൻ സാധിക്കും. എന്നിരുന്നാലും അതിൻ്റെ അർത്ഥം പ്രാദേശികമായിട്ട് വ്യത്യാസപ്പെടാം. നമ്മളിപ്പോൾ ലൂതർ കിർഷെ, അതായത് ലൂതർ ചർച്ച് നമ്മൾ കണ്ടു. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ചർച്ച് കൂടിയുണ്ട്. ഈ 2 ചർച്ചാണ് നമ്മുടെ വീടിന് തൊട്ടടുത്തായിട്ടുള്ളത്. ഇതിൻ്റെ പേര് സെൻറ്റ് യോഹന്നാസ് ചർച്ച് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറാം.
1923 മെയ് 6 ഹൈപ്പർ ഇൻഫ്ലേഷൻ കാലഘട്ടത്തിലാണ് ഫെൽബാഹിലെ ഈ സെൻറ്റ് ജോൺസ് പള്ളിയുടെ ശിലാസ്ഥാപനം നടന്നത്. വാസ്തുശില്പിയായ ഫിലിപ്പ് ഓൾക്കസ് രൂപകൽപ്പന ചെയ്ത ഇത് 400 സീറ്റുകളുള്ള ഒരു താൽക്കാലിക പള്ളി മാത്രമായിരുന്നു. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പള്ളിക്ക് വളരെ കേടുപാടുകൾ സംഭവിക്കുകയും അതിനുശേഷം ഈ പള്ളി വീണ്ടും പുനരുദ്ധീകരിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ cheers. Cheers.